അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട QHLS പഠിതാക്കളെ, ഖുർആൻ ഹദീസ് പഠനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച സഹോദരി സഹോദരങ്ങളെ, അള്ളാഹു നമ്മിൽ നിന്ന് ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഒരു ഹദീസാണ് മനസ്സിലാക്കുന്നത്. നരകത്തെ നമ്മൾ എത്ര കണ്ട് സൂക്ഷിക്കണമെന്ന ഗൗരവമുണർത്തുന്ന ഒരു ഹദീസാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ ഹദീസിൻ്റെ വേർഡ്സ് എങ്ങനെയാണ് എന്ന് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അൻ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹ് ലൈസ ബൈനഹു വബൈനഹു തുർജുമാനുൻ ഫയൻളുറു അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ വയൻളുറു അശ്അമ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ വയൻളുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലാ النار തിൽഖാഅ വജ്ഹിഹി ഫത്തഖുന്നാറ വലൗ ബിശ്ശിഖ്ഖി തംറത്തിൻ. ഇനി നമുക്ക് അതിൻ്റെ ആശയത്തിലേക്ക് പോകാം. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്? അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗൗരവകരമായ ഒരു കാര്യമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹ്. നിങ്ങളിൽ ഒരാളോടും തന്നെ അള്ളാഹു സംസാരിക്കാതിരിക്കുകയില്ല. മാ മിൻകും മിൻ അഹദിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരാളോടും തന്നെ. മാ മിൻകും മിൻ അഹദിൻ, അഹദ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളിൽ ഒരാളോടും തന്നെ. ഇല്ലാ സയുകല്ലിമുഹുല്ലാഹ്, സ എന്നുള്ളത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇല്ലാ സയുകല്ലിമുഹുല്ലാഹ്. കലാമ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കല്ലമ എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുക. ഇല്ലാ സയുകല്ലിമുഹുല്ലാഹ്, അവനോട് അള്ളാഹു സംസാരിക്കാതിരിക്കുകയില്ല. അപ്പോൾ നിങ്ങളിൽ ഒരാളോടും തന്നെ അള്ളാഹു സംസാരിക്കാതിരിക്കുകയില്ല. അപ്പോൾ എല്ലാവരോടും അള്ളാഹു സംസാരിക്കുമെന്നാണ് അതിൻ്റെ ആശയം. ലൈസ ബൈനഹു വബൈനഹു തുർജുമാനുൻ. അള്ളാഹുവിനും അവനുമിടയിൽ യാതൊരു മധ്യഭാഷകനും ഉണ്ടായിരിക്കുകയില്ല. ലൈസ ഇല്ല, ബൈനഹു അവനും അവനിടയിലും, വബൈനഹു അള്ളാഹുവിനിടയിലും. തുർജുമാൻ മധ്യഭാഷകൻ എന്ന് പറഞ്ഞാൽ തർജുമ ചെയ്യുന്ന ആൾ. നമുക്കറിയാം, മൊഴിമാറ്റം നടത്തുന്ന ആൾ, ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തർജുമാനുകളായ ട്രാൻസ്ലേറ്റർമാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരാൾ അള്ളാഹുവിനും മനുഷ്യർക്കുമിടയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ പിന്നെ അവൻ എന്താ ചെയ്യുന്നത്? ആ മനുഷ്യൻ ഫയൻളുറു അയ്മന മിൻഹു, അപ്പോൾ അവൻ വലത്തോട്ട് നോക്കും. ഫയൻളുറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നളറ എന്ന് പറഞ്ഞാൽ നോക്കുക. ഫയൻളുറു, അങ്ങനെ അവൻ നോക്കും. ഐമന വലതുഭാഗത്തേക്ക്, മിൻഹു അവൻ്റെ വലതുഭാഗത്തേക്ക് അവൻ നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താൻ മുമ്പ് ചെയ്തു വെച്ച കർമ്മങ്ങളല്ലാതെ കാണുകയില്ല. ഫലാ യറ എന്ന് പറഞ്ഞാൽ കാണുകയില്ല. ഇല്ലാ മാ ഖദ്ദമ, മുമ്പ് ചെയ്തു വെച്ച കർമ്മങ്ങളല്ലാതെ. വയൻളുറു അശ്അമ മിൻഹു, പിന്നീട് അവൻ എങ്ങോട്ടാണ് നോക്കുക? യമീനും ഷിമാലും നമുക്കറിയാലോ. അപ്പോൾ അവൻ ഇടത്തോട്ടും നോക്കും. എങ്ങനെ? ശേഷം അവൻ ഇടത്തോട്ടും നോക്കും. വയൻളുറു അശ്അമ എന്ന് പറഞ്ഞാൽ വയൻളുറു നോക്കും, അശ്അമ ഇടത്തോട്ട്, മിൻഹു അവൻ്റെ ഇടത്തോട്ട്. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, താൻ മുമ്പ് വെച്ച് ചെയ്ത, താൻ മുൻകൂട്ടി ചെയ്ത കർമ്മങ്ങളല്ലാതെ അവന് കാണാൻ കഴിയുകയില്ല. വയൻളുറു ബൈന യദൈഹി, ഇനി അവൻ മുമ്പോട്ട് നോക്കും, മുന്നിക്ക് നോക്കും, മുന്നിലോട്ട് നോക്കും.
വയല്ലുറു അവൻ നോക്കും, ബൈനയദൈഹി മുന്നോട്ട് നോക്കും, ഫലാ യറാ ഇല്ലന്നാറ തിൽഖാഅ വജ്ഹിഹി അപ്പോൾ മുഖത്തിനു നേരെ നരകമല്ലാതെ അവൻ കാണുകയില്ല. ഫലായറ അവൻ കാണുകയില്ല, ഇല്ലന്നാറ നരകമല്ലാതെ, തിൽഖാഅ വജ്ഹിഹി അവൻ്റെ മുഖത്തിനു നേരെ, തിൽഖാഅ വജ്ഹിഹി എന്ന് പറഞ്ഞാൽ വജ്ഹ് പറഞ്ഞ മുഖം, വജ്ഹിഹി അവൻ്റെ, അപ്പോൾ അവൻ്റെ മുഖത്തിനു നേരെ നരകമല്ലാതെ അവന് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫത്തഖുന്നാറ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. എങ്ങനെയാണ് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കേണ്ടത്? വലൗ ബിശ്ശിഖി തംറത്തിൻ ഒരു കാരക്കപ്പൊളി കൊണ്ടെങ്കിലും, ഒരു കാരക്ക ചീന്തു കൊണ്ടെങ്കിലും, ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. അതായത് ഒരു കാരക്കയുടെ ചീന്തു കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എങ്കിൽ ആ കാര്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നരകത്തിൽ നിന്ന് മോചനം നേടണമെന്നാണ് ബുഖാരി റഹ്മഹുല്ല ഉദ്ധരിക്കുന്ന ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു ആശയം പറയാം. നിങ്ങളിൽ ഒരാളോടും തന്നെ അള്ളാഹു സംസാരിക്കാതിരിക്കുകയില്ല. അവനും അള്ളാഹുവിനുമിടയിൽ യാതൊരു മധ്യഭാഷകനും ഉണ്ടായിരിക്കുകയില്ല. അതായത് തർജുമ ചെയ്യുന്ന, മൊഴിമാറ്റം ചെയ്യുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളും തന്നെ അള്ളാഹുവിനും മനുഷ്യനുമിടയിൽ ഉണ്ടായിരിക്കുകയില്ല. ആ മനുഷ്യൻ എന്തു ചെയ്യും? വലത്തോട്ട് നോക്കും. താൻ മുമ്പ് ചെയ്തു വെച്ച കർമ്മങ്ങളല്ലാതെ അവന് കാണുവാൻ കഴിയുകയില്ല. അവൻ ഇടത്തോട്ടും നോക്കും, അപ്പോഴും മുമ്പ് ചെയ്തതല്ലാതെ കാണുകയില്ല. പിന്നെ മുൻഭാഗത്തേക്ക് നോക്കും, അപ്പോൾ മുഖത്തിനു നേരെ നരകമല്ലാതെ കാണുന്നതല്ല. അതുകൊണ്ട് ഒരു കാരക്കപ്പൊളി കൊണ്ടെങ്കിലും കഴിവ് പോലെ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചുകൊള്ളുവിനെന്നാണ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ഹദീസിലൂടെ ഗൗരവപൂർവം നമുക്ക് മനസ്സിലാകുന്നത്. നരകത്തെ സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. സൂറത്തുൽ കഹഫിലെ 49-ാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: وَوُضِعَ الْكِتَابُ فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ مِمَّا فِيهِ ഓരോരുത്തൻ്റെ കയ്യിലും അവനവൻ്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ പുസ്തകം വെക്കപ്പെടും. വവുളിഅ അൽ കിതാബു പുസ്തകം വെക്കപ്പെടും. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നതിനെ സംബന്ധിച്ച് ഭയവിഹ്വലരായിക്കൊണ്ട് കുറ്റവാളികളെ നിനക്ക് കാണാവുന്നതാണ്. നോക്കൂ, ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി അതിൽ ഉൾക്കൊള്ളുന്നതിനെ സംബന്ധിച്ച് ഭയവിഹ്വലരായിക്കൊണ്ട് കുറ്റവാളികളെ, മുജ്രിമീങ്ങളായ ആളുകളെ നിനക്ക് കാണാവുന്നതാണ്. പിന്നീട് അവർ പറയുന്നത് വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് അവർ പറയും, ആഹോ ഞങ്ങളുടെ കഷ്ടം, എന്താണ് ഈ പുസ്തകത്തിന്, എന്താണ് ഈ പുസ്തകത്തിലുള്ളത്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ എന്താണ് ഈ പുസ്തകത്തിലുള്ളത് എന്ന് ചോദിച്ചതിന് ശേഷം ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ ക്ലിപ്തപ്പെടുത്താതെ അത് വിട്ടുകളയുന്നില്ലല്ലോ. ഇല്ലാ അഹ്സാഹ എന്ന് പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്താതെ, കൃത്യമാക്കിയിട്ടല്ലാതെ വിട്ടുകളയുന്നില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ അവരെന്ത് പ്രവർത്തിച്ചുവോ അതവരുടെ മുമ്പിൽ ഹാജറുള്ളതായി അവർ കണ്ടെത്തുന്നതുമാണ്. വലാ യളിമു റബ്ബുക അഹദ നിന്റെ റബ്ബ് ആരോടും അനീതി ചെയ്യുകയില്ല. അപ്പോൾ ഓരോരുത്തൻ്റെ കയ്യിലും അവനവൻ്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ പുസ്തകം വെക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നതിനെ സംബന്ധിച്ച് ഭയവിഹ്വലരായിക്കൊണ്ട് കുറ്റവാളികളെ നിനക്ക് കാണാവുന്നതാണ്. അവർ പറയും, ആഹോ എന്താണ് ഞങ്ങളുടെ കഷ്ടം, എന്താണ് ഈ പുസ്തകത്തിന്, എന്താണ് ഈ പുസ്തകത്തിലുള്ളത്? ചെറിയതോ വലിയതോ ആയ ഒന്നും തന്നെ
ക്ലിപ്തപ്പെടുത്താതെ കൃത്യപ്പെടുത്താതെ അത് വിട്ടുകളയുന്നില്ലല്ലോ. അവരെന്ത് പ്രവർത്തിച്ചുവോ അതവരുടെ മുമ്പിൽ ഹാജറുള്ളതായി അവർ കണ്ടെത്തുന്നതുമാണ്. നിന്റെ റബ്ബ് ആരോടും അനീതി ചെയ്യുകയില്ല. നമ്മൾ പഠിച്ച ഹദീസ് പാഠത്തിൻ്റെ ആശയവുമായി തട്ടി നിൽക്കുന്ന ഒരു ഖുർആനിൻ്റെ ആയത്താണ് സൂറത്തുൽ കഹ്ഫിലെ 49-ാമത്തെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു അവൻ്റെ സത്യദീനിൽ ഉറച്ചു നിന്ന് തൗഹീദ് ഉൾക്കൊണ്ട് സത്യവിശ്വാസിയായി ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി സ്വർഗീയ ലോകത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.